ലോക്സഭാ സീറ്റ് ബി.ജെ.പിക്ക് നൽകിക്കൊണ്ട് കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ച നാടാണ് തൃശൂർ. അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ കണ്ണുകളും തൃശൂരിലേക്ക് തന്നെയാണ്. തൃശൂരിന്റെ അടിത്തറ ബി.ജെ.പി കൊണ്ടുപോയോ ഇല്ലയോ എന്ന പരീക്ഷണത്തിന്റെ ഉത്തരമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകാൻ പോകുന്നത്. LDF കോട്ടയെ തകർത്തുകൊണ്ട് ബി.ജെ.പിക്ക് എങ്ങനെ വോട്ട് മറിഞ്ഞു എന്ന ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിലും തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തേക്കുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന ഒറ്റ പിടിവള്ളിയിലാണ് കോൺഗ്രസ് ഉള്ളത്. 2020 തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലെ 55 സീറ്റിൽ LDF 20ഉം UDF 23 എന്നിങ്ങനെയാണ് കണക്കെങ്കിലും സ്വതന്ത്രരെ കൂട്ടുപിടിച്ച് 5 സീറ്റുകൾ ഒപ്പിച്ചെടുത്ത് LDF ഭരണം പിടിക്കുകയായിരുന്നു. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ വീഴാവുന്ന ഭരണം. അതിനെ തകർക്കാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് കോൺഗ്രസിനെ കൊണ്ട് ആയിട്ടില്ല. ഒന്നാഞ്ഞു ശ്രമിച്ചാൽ തൃശൂർ കോർപ്പറേഷന് ഇങ്ങ് പോരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാതിരിക്കവെയാണ് ഓരോ നിയോജക മണ്ഡലത്തിനും ഭാരവാഹികളെ നിശ്ചയിച്ചുകൊണ്ട് കോൺഗ്രസ് ഒരു മുഴം മുന്നേറിഞ്ഞത്. ചേലക്കര CC ശ്രീകുമാർ, വടക്കാഞ്ചേരി ജോസഫ് ചാലിശ്ശേരി, കുന്നംകുളം O അബ്ദുറഹ്മാൻ കുട്ടി, ഗുരുവായൂർ PA മാധവൻ, മണലൂർ അനിൽ അക്കര, നാട്ടിക ജോൺ ഡാനിയൽ, കയ്പമംഗലം MK അബ്ദുൽ സലാം, കൊടുങ്ങല്ലൂർ PM ജാക്സൺ, ചാലക്കുടി A പ്രസാദ്, ഇരിങ്ങാലക്കുട സുനിൽ അന്തിക്കാട്, പുതുക്കാട് ഷാജി കൊടങ്കടത്ത്, ഒല്ലൂർ ജോസ് വള്ളൂർ, തൃശൂർ MP വിൻസെന്റ് എന്നിവർക്കാണ് ചുമതലയുള്ളത്. തൃശൂർ കോർപ്പറേഷന്റെ ചുമതല മുൻ MLA തേറമ്പിൽ രാമകൃഷ്ണനാണ്. ത്രിതല പഞ്ചായത്തിന്റെ ചുമതല രാജേന്ദ്രൻ അരങ്ങത്തിനാണ്. നഗരസഭകൾ ചാലക്കുടി MK പോൾസൺ, കൊടുങ്ങല്ലൂർ MS അനിൽകുമാർ, ഇരിങ്ങാലക്കുട CO ജേക്കബ്, വടക്കാഞ്ചേരി KK കൊച്ചുമുഹമ്മദ്, കുന്നംകുളം KB ശശികുമാർ, ഗുരുവായൂർ TV ചന്ദ്രമോഹൻ, ചാവക്കാട് KC ബാബു എന്നിങ്ങനെയാണ്. 7 നഗരസഭകളിൽ ചാലക്കുടിയും ഇരിങ്ങാലക്കുടയും മാത്രമാണ് കോൺഗ്രസ് ഭരണത്തിലുള്ളത്. ബാക്കിയുള്ളത് മുഴുവൻ ഭരിക്കുന്നത് LDF ആണ്. അതുകൊണ്ട് തന്നെ ഒരു അക്ഷീണ പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമേ കോൺഗ്രസിനൊരു ഉഗ്രൻ വിജയം കൊയ്യാൻ കഴിയുകയുള്ളൂ. തൃശൂർ ജില്ലയുടെ ആകെ ഒരു അവലോകനം എടുത്താൽ കൊടുങ്ങല്ലൂർ നഗരസഭ ഒഴികെ ബാക്കി ഒരിടത്തും ബി.ജെ.പിക്ക് 2 അക്കം തികയ്ക്കാനുള്ള സീറ്റുകളില്ല എന്നതാണ് സത്യം. എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറി മറിഞ്ഞ വിജയം ഉറപ്പായും LDF അന്തർധാരകളിലെ അർദ്ധരാത്രിയിലെ വോട്ടുമറിക്കൽ തന്ത്രത്തിന്റെ അനന്തരഫലം തന്നെയാണ്. ഈ ഒരൊറ്റ കാര്യം മതി കോൺഗ്രസിന് തൃശൂർ പിടിക്കാൻ. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് ഒരു സീറ്റ് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടെന്നത് മാത്രമാണ്. ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ വോട്ട് വിഹിതം എങ്ങനെ ചോർന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയെ തുടർന്ന് DCC അധ്യക്ഷനും UDF ചെയർമാനും ഒഴിഞ്ഞതിനു ശേഷമുള്ള അനിശ്ചിതത്വം തൃശൂർ ജില്ലയിലെ കോൺഗ്രസിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നെങ്കിലും അതെല്ലാം മറികടക്കാനാണ് ഈ നീക്കം. തദ്ദേശം വഴി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു കാൽച്ചുവടാണ് കോൺഗ്രസ് വെക്കാൻ തുടങ്ങുന്നത്.